2020 കിരീടവുമായി മുംബൈയിലെത്തിയ ഇന്ത്യൻ ടീമിന്റെ വിക്ടറി പരേഡ് നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിലേക്കാണ് പരേഡ് നടക്കുന്നത്. ടീം അംഗങ്ങൾ തുറന്ന ബസ്സിലാണ് വിക്ടറി പരേഡ് പങ്കെടുക്കുക. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഇപ്പോൾ രുജീഷ് വി രവീന്ദ്രൻ ചേരുന്നുണ്ട്. രുജീഷ്, അവിടെ ആവേശക്കടൽ എങ്ങനെയാണ്? വലിയ ആവേശം തന്നെയാണ് മുംബൈ മറൈൻ ഡ്രൈവിൽ ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത്. ഈ താരങ്ങൾ എല്ലാം തന്നെ പ്രത്യേകം സജ്ജീകരിച്ച നീല നിറത്തിലുള്ള ഇന്ത്യൻ ജേഴ്സിയെ അനുസ്മരിപ്പിക്കുന്ന നിറത്തിൽ നീല നിറത്തിലുള്ള ഈ ബസ്സിന് മുകളിലേക്ക് കയറിയിരിക്കുന്നു. ഈ കിരീടം ആരാധകർക്ക് മുന്നിൽ ഓരോ താരങ്ങളായി അവർ കിരീടം ആരാധകർക്ക് മുന്നിലേക്ക് ഉയർത്തുകയാണ്. അത് മുംബൈ ഇന്ത്യൻസ് താരം സൂര്യകുമാർ യാദവ് ഏറ്റവും മുന്നിലിരുന്ന് ആരാധകർക്ക് മുന്നിലേക്ക് ഉയർത്തുമ്പോൾ വലിയ ആവേശത്തോടെയാണ് ആരാധകർ കയ്യടിയോടെ സ്വീകരിക്കുന്നത് കാണാമായിരുന്നു. എന്തായാലും താരങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ അത്രമാത്രം ആരാധകർ ഈ റോഡിൽ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ് മുംബൈ ഇപ്പോൾ ഉള്ളത്. നിലവിൽ 7:30 തന്നെ ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ 7:30 മാത്രമാണ് ഈ പരിപാടി തുടങ്ങാൻ ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. കാരണം അത്രമാത്രം ആരാധകരായിരുന്നു. വാഹനങ്ങൾക്ക് പോകാൻ പോലും പറ്റാത്ത തരത്തിൽ മുംബൈ നഗരത്തിലാകെ ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പ്രത്യേകം സജ്ജീകരിച്ച ഈ വാഹനം നരിമാൻ പോയിന്റിലേക്ക് എത്തിക്കാൻ പോലും ആദ്യഘട്ടത്തിൽ കൃത്യസമയത്ത് സാധിച്ചിരുന്നില്ല. താരങ്ങൾ സഞ്ചരിക്കേണ്ട വാഹനം പോലും പിന്നീട് അവിടെ വിമാനത്താവളത്തിലേക്ക് എത്തിക്കാൻ വൈകി. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് ഈ തീരുമാനം പോലും, ഈ പരിപാടി തുടങ്ങേണ്ട തീരുമാനം പോലും വൈകിയത്. എന്തായാലും ഇപ്പോൾ എത്ര മണിക്കൂർ സമയം ഇത് നീണ്ടു നിൽക്കും എന്നതാണ് ചോദ്യം. കാരണം 7:30 വാങ്കഡെ സ്റ്റേഡിയത്തിൽ പരിപാടികൾ തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോഴും റോഡിന് ഈ ഏകദേശം 2 കിലോമീറ്റർ അകലെ മാത്രമാണ്. പക്ഷേ ഈ ദൂരം കടന്നു പോവുക എന്ന് പറയുന്നത് തീർച്ചയായും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കാരണം റോഡിൽ നിറയെ നീല ജേഴ്സി അണിഞ്ഞ് ആരാധകർ ആർപ്പുവിളികളുമായി ബാൻഡ് മേളങ്ങളുമായി നിറങ്ങൾ മുഖത്തും ശരീരത്തൊക്കെ നിറങ്ങൾ ചാലിച്ചുകൊണ്ട് അത്രമാത്രം ആവേശത്തോടെ ടീം അംഗങ്ങളെ സ്വീകരിക്കുകയാണ്. ഇന്ത്യൻ പതാക വീശിക്കൊണ്ട് ടീം അംഗങ്ങളെ സ്വീകരിക്കുകയാണ്. ഇന്ത്യൻ താരങ്ങളും ഈ ഇന്ത്യൻ പതാക പുതച്ചുകൊണ്ടാണ് വിക്ടറി പരേഡിനായുള്ള വാഹനത്തിന് മുകളിൽ ഉള്ളത്. എന്തായാലും വലിയ ആവേശത്തിൽ 17 വർഷത്തിന് ശേഷമുള്ള ഒരു കിരീട നേട്ടം ആഘോഷമാക്കുകയാണ് ആരാധകരും താരങ്ങളും എല്ലാം തന്നെ. എന്തായാലും 7:30 എത്താൻ അവസാനിപ്പിക്കാമെന്ന് കരുതിയ പരിപാടി ഇപ്പോൾ തുടങ്ങാനായി എന്നത് എന്തായാലും വലിയ കാര്യം തന്നെയാണ്. കാരണം 1.5 മണിക്കൂറോളം ഇനിയും ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം ഈ 2 കിലോമീറ്റർ ആണ് നരിമാൻ പോയിന്റിൽ നിന്ന് മറൈൻ ഡ്രൈവ് വഴി ഈ വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക്. ആ വാങ്കഡെ സ്റ്റേഡിയത്തിൽ എത്താൻ എന്തായാലും ഈ 2 കിലോമീറ്റർ എത്ര സമയം കൊണ്ട് താണ്ടാനാകും എന്നത് തന്നെയാണ് ഇനിയുള്ള ചോദ്യം. കാരണം ഈ വാഹനത്തിന് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത്രമാത്രം ആരാധകർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും വിക്ടറി പരേഡ് തുടരുകയാണ് സംഗീത. ശരി രുജീഷ്, അങ്ങനെ മുംബൈയിൽ വിക്ടറി പരേഡ് പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ ടീമിനെ കാത്തു നിൽക്കുന്നത് അവിടെ അക്ഷമരായി 10,000-ങ്ങളാണ്. രുജീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.